വചനം 1. സങ്കീർത്തനങ്ങൾ 103:3. അവൻ നിന്റെ സകല അകൃത്യങ്ങളും ക്ഷമിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വചനം 2. സങ്കീർത്തനങ്ങൾ 107:20. അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനം 3. സങ്കീർത്തനങ്ങൾ 147:3. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. വചനം 4. സങ്കീർത്തനങ്ങൾ 30:2. യഹോവേ, എന്റെ ദൈവമേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. വചനം 5. സങ്കീർത്തനങ്ങൾ 41:3. യഹോവ അവന് രോഗശയ്യയിൽ ആശ്രയിക്കുന്നു, അവന്റെ രോഗാവസ്ഥയിൽ അവന്റെ കിടക്കയെ നീ പൂർണ്ണമായി മാറ്റുന്നു. വചനം 6. സങ്കീർത്തനങ്ങൾ 34:19. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിലും നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. വചനം 7. സങ്കീർത്തനങ്ങൾ 91:10. നിനക്ക് ദോഷം സംഭവിക്കയില്ല, വ്യാധി നിന്റെ കൂടാരത്തോടടുത്തു വരികയുമില്ല. വചനം 8. സങ്കീർത്തനങ്ങൾ 23:4. ഞാൻ മരണനിഴലിന്റെ താഴ്വരയിൽ നടക്കുമ്പോഴും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ടല്ലോ. വചനം 9. പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം ശ്രദ്ധയോടെ കേട്ട് അവന്റെ ദൃഷ്ടിയിൽ നീതിയുള്ളത് ചെയ്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വചനം 10. യിരെമ്യാവ് 30:17. ഞാൻ നിന്റെ മുറിവുകളെ പുറപ്പിച്ച് നിനക്ക് ആരോഗ്യവും സുഖവും വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം 11. യിരെമ്യാവ് 17:14. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ സൗഖ്യമാകും, എന്നെ രക്ഷിക്കണമേ, ഞാൻ രക്ഷിക്കപ്പെടും. വചനം 12. യിരെമ്യാവ് 32:27. ഇതാ, ഞാൻ യഹോവ, സകല ജഡത്തിന്റെയും ദൈവം, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? വചനം 13. യെശയ്യാ 53:5. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ചതഞ്ഞു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരുന്നു, അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. വചനം 14. യെശയ്യാ 40:29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. വചനം 15. യെശയ്യാ 58:8. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ ഉദിക്കും, നിന്റെ സൗഖ്യം വേഗത്തിൽ വിരിയും. വചനം 16. മലാഖി 4:2. നിന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളിന്ന് നീതിസൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളുടെ കീഴിൽ രോഗോപശാന്തി ഉണ്ടായിരിക്കും. തീയ പുതിയ നിയമം. വചനം 17. മത്തായി 8:17. അവൻ നമ്മുടെ ബലഹീനതകൾ എടുത്ത് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്നുള്ളത് നിവൃത്തിയാകേണ്ടതിന്. വചനം 18. മത്തായി 9:22. മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, ആ നാഴികയിൽ അവൾ സൗഖ്യമായി. വചനം 19. മത്തായി 10:1. യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. വചനം 20. മത്തായി 11:28. ശ്രമിച്ചും ഭാരം ചുമന്നിരിക്കുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വചനം 21. മർക്കോസ് 1:34. അവൻ വിവിധ രോഗങ്ങളാൽ പീഡിതരായ അനേകരെ സൗഖ്യമാക്കി. വചനം 22. മർക്കോസ് 16:17-18. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. വചനം 23. ലൂക്കോസ് 5:17. അവിടെ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെയുണ്ടായിരുന്നു. വചനം 24. ലൂക്കോസ് 6:19. ജനക്കൂട്ടം മുഴുവനും അവനെ തൊടുവാൻ ശ്രമിച്ചു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കി. വചനം 25. ലൂക്കോസ് 17:14. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. വചനം 26. പ്രവൃത്തികൾ 9:34. ഏനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് കിടക്ക വിരിച്ചുവെക്കുക. വചനം 27. പ്രവൃത്തികൾ 10:38.
യേശു പിശാചിനാൽ പീഡിതരായ എല്ലാവരെയും സൗഖ്യമാക്കി നടന്നു. വചനം 28. റോമർ 8:11. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മരണമുള്ള ശരീരങ്ങളെയും ജീവിപ്പിക്കും. വചനം 29. 2 കൊരിന്ത്യർ 12:9. എന്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ എന്റെ ശക്തി പൂർണ്ണമാകുന്നു. വചനം 30. ഫിലിപ്യർ 4:6-7. ഒന്നിലും ചിന്തിക്കരുത്, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും. വചനം 31. 1 പത്രോസ് 2:24. അവന്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമാക്കി. വചനം 32. യാക്കോബ് 5:14-15. വിശ്വാസത്തിന്റെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വചനം 33. യാക്കോബ് 5:16. നീതിമാന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന വലിയ ഫലമുണ്ടാക്കുന്നു. വചനം 34. യോഹന്നാൻ 10:10. ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകേണ്ടതിനും അധികമായി ഉണ്ടാകേണ്ടതിനുമത്രേ. വചനം 35. യോഹന്നാൻ 14:27. ശാന്തി ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ ശാന്തി ഞാൻ നിങ്ങൾക്ക് തരുന്നു. വചനം 36. എബ്രായർ 12:13. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്. വചനം 37. 2 തിമോഥെയു 1:7. ദൈവം ഞങ്ങൾക്ക് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും ആത്മാവാണ് നൽകിയിരിക്കുന്നത്. വചനം 38. റോമർ 15:13. പ്രത്യാശയുടെ ദൈവം നിങ്ങളെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ. വചനം 39. എബ്രായർ 13:5. ഞാൻ നിന്നെ വിട്ടുകളയുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. വചനം 40. വെളിപാട് 21:4. അവരുടെ കണ്ണുനീരെല്ലാം അവൻ തുടച്ചുകളയും, ഇനി മരണമില്ല, വിലാപവും നിലവിളിയും വേദനയും ഉണ്ടാകയില്ല. വചനം 41. സങ്കീർത്തനങ്ങൾ 66:10. ദൈവമേ, നീ ഞങ്ങളെ പരീക്ഷിച്ചു, വെള്ളിയെ ശുദ്ധീകരിക്കുന്നതുപോലെ ഞങ്ങളെ ശുദ്ധീകരിച്ചു. വചനം 42. സങ്കീർത്തനങ്ങൾ 118:17. ഞാൻ മരിക്കയില്ല, ജീവിച്ച് യഹോവയുടെ പ്രവൃത്തികളെ പ്രഖ്യാപിക്കും. വചനം 43. സങ്കീർത്തനങ്ങൾ 138:3. ഞാൻ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ എന്നെ കേട്ടു, എന്റെ ആത്മാവിൽ ശക്തി വർദ്ധിപ്പിച്ചു. വചനം 44. സങ്കീർത്തനങ്ങൾ 146:8. യഹോവ കുരുടന്മാരുടെ കണ്ണു തുറക്കുന്നു, യഹോവ താഴ്ത്തപ്പെട്ടവരെ ഉയർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. വചനം 45. സദൃശ്യവാക്യങ്ങൾ 4:20-22. മകനെ, എന്റെ വചനങ്ങളെ ശ്രദ്ധിക്ക്, എന്റെ വാക്കുകളിലേക്ക് ചെവിചരിക്ക്. അവയെ നിന്റെ കണ്ണുകളിൽ നിന്ന് വിട്ടുകളയരുത്, നിന്റെ ഹൃദയത്തിനുള്ളിൽ അവയെ സൂക്ഷിക്ക്. അവ കണ്ടെത്തുന്നവർക്ക് അവ ജീവനും അവരുടെ സകല ശരീരത്തിനും ആരോഗ്യവുമാകുന്നു. വചനം 46. സദൃശ്യവാക്യങ്ങൾ 17:22. സന്തോഷമുള്ള ഹൃദയം ഉത്തമ ഔഷധമാണ്, മുറിഞ്ഞ ആത്മാവോ അസ്ഥികളെ ഉണക്കുന്നു. വചനം 47. യെശയ്യാ 41:10. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ബലപ്പെടുത്തും, നിന്നെ സഹായിക്കും, എന്റെ നീതിയുടെ വലതുകൈകൊണ്ട് നിന്നെ താങ്ങും. വചനം 48. യെശയ്യാ 43:2. നീ വെള്ളങ്ങൾ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടാകും, നദികൾ നിന്നെ മുങ്ങുകയില്ല. നീ തീയിലൂടെ നടക്കുമ്പോൾ ചുട്ടുപോകയില്ല. വചനം 49. ഹോശേയ 6:1. വരുവിൻ, നമ്മൾ യഹോവയിലേക്ക് മടങ്ങാം. അവൻ കീറിക്കളഞ്ഞു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ അടിച്ചു, അവൻ നമ്മെ കെട്ടിപ്പിടിക്കും. വചനം 50. മത്തായി 4:23. യേശു ഗലീലായൊക്കെയും സഞ്ചരിച്ചു, സഭകളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, ജനത്തിലെ സകല രോഗങ്ങളെയും സകല വ്യാധികളെയും സൗഖ്യമാക്കി. വചനം 51. മത്തായി 15:30. മുടന്തന്മാരെയും കുരുടന്മാരെയും മൂകന്മാരെയും മുടിച്ചവരെയും മറ്റു പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ അവരെ സൗഖ്യമാക്കി. വചനം 52. ലൂക്കോസ് 8:50. ഭയപ്പെടരുത്, വിശ്വസിക്ക മാത്രം ചെയ്യുക, അവൾ രക്ഷിക്കപ്പെടും.
വചനം 53. യോഹന്നാൻ 5:8-9. എഴുന്നേൽക്കുക, നിന്റെ കിടക്ക എടുത്തു നടക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. ഉടനെ അവൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. വചനം 54. പ്രവർത്തികൾ 3:16. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം ഈ മനുഷ്യനെ ശക്തനാക്കി. നിങ്ങൾ കാണുന്നതും അറിയുന്നതുമായ ഈ പൂർണ്ണ സൗഖ്യം അവന്റെ മുഖാന്തരം ലഭിച്ചു. വചനം 55. 3 യോഹന്നാൻ 1:2. പ്രിയമേ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും സുഖമായിരിക്കുകയും ആരോഗ്യമുള്ളവനായിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.